നമസ്കാരം. ഇന്ത്യയിലെ നദികൾ മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഇന്ത്യയിലെ നദികൾ മരിക്കുന്നു എന്നാണ്. അതിനെപ്പറ്റി ചില വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ അതായത് CPCB റിപ്പോർട്ട് അനുസരിച്ച് ഒരു ദിവസം ഇന്ത്യയിലെ നഗരങ്ങളിൽ നിന്ന് 62,000 ദശലക്ഷം ലിറ്റർ ഓട മാലിന്യം പുറന്തള്ളുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ ഏതാണ്ട് 38% മാത്രം സംസ്കരിക്കാനുള്ള സംവിധാനങ്ങളെ നമ്മുടെ നഗരത്തിലുള്ളൂ. ബാക്കി മുഴുവനും നദികളിലേക്ക് ഒഴുക്കുന്നതാണ് പതിവ്. അതായത് ഒരു ദിവസം കോടിക്കണക്കിന് ലിറ്റർ ഓടമാലിന്യങ്ങൾ നമ്മുടെ നദികളിലേക്ക് ഒഴുകിയെത്തുന്നു. ഗ്രാമപ്രദേശങ്ങളിൽ നിന്നുള്ള മലിനീകരണത്തിൻ്റെ വ്യക്തമായ കണക്കുകൾ ആർക്കും നിശ്ചയമില്ല. നദികൾ ശുദ്ധീകരിക്കാൻ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളാണ് ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുള്ളത്. എങ്കിലും ഈ നദികളിൽ ദിവസേന മാലിന്യങ്ങൾ പെരുകുകയാണ്. സെൻട്രൽ വാട്ടർ കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ച് മലിനീകരിക്കപ്പെട്ട നദികളിൽ പലതിനെയും ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് BOD ഒരുപാട് കൂടുതലാണ്. അതായത് മീനുകൾ അടക്കമുള്ള ജീവജാലങ്ങൾക്ക് ശ്വസിക്കാൻ ആവശ്യമായ ഓക്സിജൻ ഈ നദികളിൽ കുറഞ്ഞു വരുന്നു. പല പദ്ധതികളും നടപ്പിൽ വരുത്തിയിട്ടും ഇത് ഇപ്പോഴും തുടരുകയാണ്. ജലത്തിലെ ജൈവപദാർത്ഥങ്ങൾ വിഘടിപ്പിക്കുവാൻ സൂക്ഷ്മജീവികൾ ഉപയോഗിക്കുന്ന ഓക്സിജൻ്റെ അളവാണ് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് അതായത് BOD. മലിനജലത്തിൽ ഇത് കൂടുതലായിരിക്കും. പലയിടങ്ങളിലും വെള്ളം കുളിക്കാൻ പോലും അനുയോജ്യമല്ല. മലിനജലം മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും ഒരുപോലെ അപകടകരമാണ്. മനുഷ്യൻ്റെയും മറ്റും വിസർജ്യത്തിൽ നിന്ന് വരുന്ന അപകടകാരിയായ കോളിഫോം ബാക്ടീരിയയുടെ അളവിൻ്റെ കാര്യത്തിൽ മിക്ക നദികളും മുൻപന്തിയിൽ തന്നെയാണ്. ഈ ബാക്ടീരിയയുടെ സാന്നിധ്യം പോലും മനുഷ്യന് അപകടകരമാണ്. നഗരങ്ങളിലെ വമ്പൻ വ്യവസായശാലകൾ മുതൽ ഗ്രാമങ്ങളിലെ കുടിൽ വ്യവസായങ്ങൾ വരെ നദികളിലേക്കാണ് മാലിന്യം ഒഴുക്കുന്നത്. ഇതിനു പുറമെ കൃഷിയിടങ്ങളിൽ നിന്നും മറ്റും ഉപയോഗിക്കുന്ന രാസവളങ്ങളും കീടനാശിനികളും മഴക്കാലത്ത് നദികളിലേക്ക് ഒഴുകിയെത്തുന്നു. വെള്ളപ്പൊക്കവും നദികളെ മലിനമാക്കുന്നതിൽ വലിയ പങ്കാണ് വഹിക്കുന്നത്. കരയിലെ മാലിന്യങ്ങളെല്ലാം വലിയ തോതിൽ നദിയിലെത്തുന്നതിന് വെള്ളപ്പൊക്കം കാരണമാണ്. ജനങ്ങൾക്കിടയിലെ ശരിയായ ബോധവൽക്കരണവും കാര്യക്ഷമമായ മലിനജല സംസ്കരണ മാർഗങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ നദികളെ പൂർണ്ണമായി നമുക്ക് സുരക്ഷിതമായ മാർഗത്തിലേക്ക് മാറ്റിയെടുക്കുവാൻ പറ്റൂ. അങ്ങനെ മാറ്റിയെടുത്തെങ്കിൽ മാത്രമേ നമ്മുടെയും വരും തലമുറയുടെയും ആരോഗ്യത്തെ നമുക്ക് സംരക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ. നാഷണൽ റിവർ കൺസർവേഷൻ പ്ലാൻ ഇന്ത്യയിലെ നദികളുടെ സംരക്ഷണത്തിനായി 1995 രൂപീകരിച്ചത്. നാഷണൽ റിവർ കൺസർവേഷൻ പ്ലാൻ NRCP അനുസരിച്ച് ഗംഗ ആക്ഷൻ പ്ലാൻ അടക്കമുള്ള വിവിധ നദീ സംരക്ഷണ പദ്ധതികൾ ഒറ്റ കൊടക്കീഴിൽ കൊണ്ടുവരുവാനാണ് ഇതുമൂലം ആരംഭിച്ചത്. നദികളിലെ മലിനീകരണം കുറച്ച് ജലത്തിൻ്റെ ഗുണമേന്മ പരമാവധി വർദ്ധിപ്പിക്കുകയാണ് NRCPയുടെ പ്രധാന ലക്ഷ്യം. നദികളിലെ മാലിന്യം എത്തുന്ന മാർഗങ്ങൾ മനസ്സിലാക്കി അതിന് പരിഹാരം കാണുകയും പൊതുജനങ്ങളെ ബോധവൽക്കരിച്ച് പരിപാടികളിൽ പങ്കാളികളാക്കുകയും ചെയ്യുന്നതാണ് ഈ പ്ലാനിൻ്റെ ഒരു രീതി. ഇപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിലായി 30ഓളം നദികൾ ഈ പദ്ധതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.